ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ പേരയിൽ എന്താ നോക്കുന്നതെന്നല്ലേ? പേരയ്ക്കാനാണ് നോക്കുന്നത് കേട്ടോ. നല്ല വലിയ പേരയ്ക്ക ഉണ്ടോയെന്നാണ് നോക്കുന്നത്. കാരണം ഇപ്പം മഴയായതുകൊണ്ട് മെയ് ലാസ്റ്റ് തൊട്ട് നല്ല മഴയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് വലുതായിട്ട് ഇതിന്ന് ഫ്രൂട്ട്സ് കിട്ടുന്നില്ല. പക്ഷേ സമ്മർ വെക്കേഷന് ഇഷ്ടം പോലെ പേരയ്ക്ക നമുക്ക് ഇതിന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഉള്ളിൽ പിങ്ക് കളറ് പേരയ്ക്കയില്ലേ, എനിക്ക് അതിൻ്റെ വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയത്തില്ല. അപ്പോൾ ആ ഒരു സൈസ് പേരയ്ക്കയാണേ. ഞാൻ കുറച്ചുകൂടെ ഒന്ന് സൂം ചെയ്ത് നോക്കിയപ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് പേരയ്ക്ക, കുഞ്ഞു കുഞ്ഞു പേരയ്ക്ക നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഫുൾ ഉറുമ്പ് പൊതിഞ്ഞ് വെച്ചേക്കുക. അത് കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ നമുക്ക് എന്തായാലും പിച്ച് നോക്കാം. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, എന്തായാലും അത് മുക്കാലും കേടായിരിക്കും കേട്ടോ. ഇതിലെ പേരയ്ക്ക മൊത്തം തിന്ന് തീർക്കുന്നത് തത്തമ്മയാണ്. മിക്കവാറും തത്തമ്മ വന്ന് കഴിക്കും. മിക്ക പേരയ്ക്കയിലും എന്തെങ്കിലുമൊക്കെ കടിച്ച് പാടും കാണും. പിന്നെ നമുക്കത് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ അതങ്ങ് കളയും. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇഷ്ടം പോലെ ഇപ്പോഴും പൂത്തിട്ടുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ പൂത്ത് നിൽപ്പുണ്ട്. അതുപോലെ കുഞ്ഞു കുഞ്ഞു കാകളും കുഞ്ഞു കുഞ്ഞു കായും ഉണ്ട്. അപ്പം ഞാനിന്ന് വന്നത് ഈ പേരമരത്തിനെ പറ്റി പറയാനല്ല കേട്ടോ. ഞാൻ ഇന്ന് നമുക്ക് എല്ലാവർക്കും കാണുമല്ലോ നമ്മുടെ വീട്ടിൽ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം, ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലേസ്. അപ്പോൾ അത് പറയുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ കാണിച്ചു തരാവേ. ഇത് കോവലാണേ. ഇതും ഒരു പേരാന. ഇത് ഉള്ളിൽ വൈറ്റ് ഫ്ലഷ് വരുന്ന പേരയാണ്. അതിലിപ്പം ഒറ്റ പേരയ്ക്ക പോലും പിടിക്കാറില്ല. കാരണം ഫുള്ള് ഇവരുടെ കോവയ്ക്കയുടെ സാമ്രാജ്യമാക്കി വെച്ചേക്കും അവർ. അതുകൊണ്ട് അതൊന്നും പിടിക്കാറില്ല ഫുള്ള്. പക്ഷേ ഇഷ്ടം പോലെ കോവയ്ക്ക കിട്ടിയിട്ടുണ്ടേ. ഇത് നമ്മുടെ വീട്ടിലെ മുകളിലത്തെ ടെറസാണ്. ഇവിടെ നമ്മൾ ചെറിയ ചെറിയ സാധനം ഒന്നുമില്ല. കുറച്ച് കറ്റാർവാഴയുണ്ട്, പിന്നെ പനിക്കൂർക്കയുണ്ട്. ഇതേ പനിക്കൂർക്കയിലെ ഇല മൊത്തം പോയി, ഒന്നുമില്ല കേട്ടോ ഈ മഴ ആയതുകൊണ്ട്. പിന്നെ മോൾ അവിടെ കിച്ചൺ സെറ്റും കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ അവിടുന്ന് എന്തായിരുന്നു ഇലയൊക്കെ പിച്ചിയെടുക്കുക. ആദ്യം അവൾ പിച്ചിയെടുത്തത് മറ്റേ നമ്മുടെ ചൊറിതനമില്ലേ, അതിലേതോ ഒരു പോട്ടിലിരിപ്പുണ്ടായിരുന്നു. അവൾക്ക് അതറിയത്തില്ലായിരുന്നു. അവൾ അത് പിച്ചിയെടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, എടി അത് വേണ്ട, അപ്പോൾ അത് മാറ്റുക, എന്നിട്ട് വേറെ ഇലയൊക്കെ, അത് പനിക്കൂർക്കയുണ്ട് അതിൻ്റെ ഇല പിച്ചാനേ. ഇത് നമ്മുടെ എന്തായിരുന്നു പച്ചമഞ്ഞളാണ്. ഇടയ്ക്ക് ഞാൻ പച്ചമഞ്ഞൾ മേടിച്ചായിരുന്നു. അപ്പം 2-3 അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുഴിച്ചിട്ടു. അത് ഗ്രോ ബാഗിലായിരുന്നു കുഴിച്ചിട്ടത്. അതുപോലെ തന്നെ പിന്നെ പാവയ്ക്ക നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വെറുതെ ചുമ്മാ ഒന്ന് വെതറിയിട്ടതാണ്. അപ്പോൾ അതും കിളിച്ച് വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇതെന്താണെന്ന് അറിയാവോ? ഇത് നമ്മുടെ പുതിനയിലയാണ്. ഇതെനിക്ക് ഹസ്ബൻഡ് തന്നൊരു പണിയാണേ. ലാസ്റ്റ് സാറ്റർഡേ വന്നപ്പം ഫുള്ള് മഴ കാരണം ടെറസ് ഫുള്ള് നല്ല രീതിയിൽ പായൽ പിടിച്ചിരിക്കുമായിരുന്നു. നമുക്കൊന്ന് കാല് പോലും വെക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്ലീൻ ചെയ്തപ്പം നമ്മുടെ ചില ഗ്രോ ബാഗിലും പോട്ട്സിലും ഒക്കെ അല്ലാതെ കിളിച്ചെന്ന കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരൻ അതെല്ലാം വലിച്ചു പറിച്ചിട്ട് കളഞ്ഞു. ഞാനത് കണ്ടില്ലായിരുന്നേ. അപ്പോൾ വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ പുതിന പുള്ളിക്കാരൻ ഓർത്തത് അല്ലാതെ കാട് പോലെ ഇങ്ങനെ പിടിച്ച് നിൽക്കുക. അപ്പോൾ അത് വിചാരിച്ച് അതും അങ്ങ് പറിച്ചു കളഞ്ഞു. എന്തായാലും ഭാഗ്യത്തിന് ഒരു ഇതുണ്ടായിരുന്നേ. അപ്പോൾ അത് ഇനി കിളിച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പറിച്ച് കളഞ്ഞിടത്തുനിന്ന് ഞാൻ പോയി എടുത്തിട്ട് അത് വേറെ ചെറിയ പോട്ടിലൊക്കെ 2-3 എണ്ണം ആയിട്ട് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ നമ്മുടെ ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെ അടുത്ത് കുറേ കരിയാപ്പില ഇങ്ങനെ പിടിച്ച് നിന്നിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് പറിച്ചുകൊണ്ട് നട്ടതാണ്. ഇപ്പോൾ ഒരു 1.5 മാസത്തോളം ആയി കാണും. ഇപ്പോഴാണ് ചെറുതായിട്ട് കുഞ്ഞിത് വന്നു തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ ടെറസിലാകെ ഇത്രയും കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഒത്തിരി ഒന്നും നമ്മളങ്ങനെ വെച്ചിട്ടില്ല. കാരണം ശ്രദ്ധിക്കാനൊന്നും അങ്ങനെ ടൈമില്ലാത്തതുകൊണ്ട് ചെയ്യാത്തത്. ഇത് കണ്ടോ, ഈ സ്ഥലം ഫുള്ള് നല്ല രീതിയിൽ മഴ കാരണം ഫുള്ള് പായൽ പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ശനിയാഴ്ച വന്നപ്പോൾ ഹസ്ബൻഡാണ് അത് ഫുള്ള് പായലെല്ലാം എടുത്ത് കളഞ്ഞ്. ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് മഴയില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു സെറ്റപ്പിൽ കിടക്കുന്നത്, ഫുള്ള് ഉണങ്ങിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് കാല് ചവിട്ടാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. കല്യാണി ആദ്യമായിട്ടാണ് ടെറസിൽ ഇങ്ങനെ കളിക്കാൻ വരുന്നത്. ഇത് നമ്മുടെ വോട്ടെണ്ണൽ ജൂൺ 4 അന്ന് എടുത്ത വീഡിയോ ആണ്. അന്ന്
ഓഫീസിൽ നിന്ന് എല്ലാവരോടും നേരത്തെ ഇറങ്ങാൻ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും ഒരു 4:30 ആയപ്പം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഇറങ്ങിയേ. അപ്പം അന്ന് മോനെ ആണെങ്കിൽ നേരത്തെ ട്യൂഷന് കൊണ്ടുവിടാമല്ലോ എന്ന് ഓർത്ത് അങ്ങനെ മോനെ ട്യൂഷനൊക്കെ കൊണ്ടുവിട്ടു. അപ്പം അവൾ ഭയങ്കര കരച്ചിൽ, പറ്റത്തില്ല, അവൾക്ക് കൂടെ വരണമായിരുന്നു, ഇനി പോയി അണ്ണനെ വിളിച്ചോണ്ടോ അല്ലെങ്കിൽ അമ്മ വിളിച്ചോണ്ടോ അല്ലെങ്കിൽ അപ്പം വിളിച്ചോണ്ടോ, ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു. ഞാൻ മുകളിലോട്ട് വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ട് ടെറസ് കാണിച്ചു. അപ്പോൾ അവിടെ എല്ലാം ഞാൻ ടേബിളെല്ലാം സെറ്റാക്കി കൊടുത്തു, കിച്ചണ് പോലെല്ലാം സെറ്റാക്കി കൊടുത്തപ്പം ആണ് പുള്ളിക്കാരത്തിക്ക് ഒരു സമാധാനമായത്. പുള്ളിക്കാരത്തി അവിടെ ഇരുന്ന് പിന്നെ കളിക്കാൻ തുടങ്ങിയത്. ഈ സെറ്റപ്പ് ചെയ്ത് കൊടുത്തില്ലായിരുന്നെങ്കിൽ പുള്ളിക്കാരത്തി അന്ന് ഫുള്ള് കരഞ്ഞുകൊണ്ടിരുന്നേനെ. കാരണം എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ പുള്ളിക്കാരത്തിക്ക് പിന്നെ ഭയങ്കര നിർബന്ധമാണ് സാധിച്ചു കൊടുക്കുന്നവരെ. അങ്ങനെ മിക്കവാറും അത് സാധിച്ചു കൊടുക്കാറില്ല, പകരം ഇങ്ങനെ ഓരോന്നും മൈൻഡ് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എനിക്കാണെങ്കിലും ഈ ഒരു സ്ഥലത്ത് മീൻസ് ഇവിടെ ടെറസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വീട്ടിൽ മീൻസ് ഇഷ്ടമുള്ളൊരു പ്ലേസാണ് ഇവിടെ ടെറസിൽ. കാരണം ഞാനിവിടെ തുണി വാഷ് ചെയ്യാനൊക്കെ ഞാനിവിടെയാണ് വരുന്നത്. പക്ഷേ മഴ ആയതുകൊണ്ട് നമുക്കങ്ങനെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, വരാൻ പറ്റത്തില്ല. അപ്പോൾ കുറേ നാളുകൊണ്ട് വീട്ടിലെ ഈ ഒരു ഏരിയ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് വലിയ മഴയില്ലാത്തതുകൊണ്ട് അതുപോലെ തന്നെ ഹസ്ബൻഡ് ഇവിടെ ക്ലീൻ ആക്കി തന്നതുകൊണ്ടാണ് നമുക്കിവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയത്. അതുപോലെ തന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇവിടെ തുണി വാഷ് ചെയ്യാൻ വരുന്നത്. മീൻസ് മോൻ്റെ യൂണിഫോം വാഷ് ചെയ്യാൻ ഞാൻ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വന്ന് വാഷ് ചെയ്തു. അവളാണെങ്കിലും കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവൾ കളിച്ചു. എനിക്കാണെങ്കിലും ഭയങ്കര സന്തോഷം തോന്നി. കാരണം എനിക്ക് വീട്ടിലെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് മഴ കാരണം ഫുള്ള് പാല് പിടിച്ചുകൊണ്ട് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പം ഞാൻ ഓഫീസിൽ നിന്ന് നേരത്തെ വരികയും ചെയ്തു. അവിടെ ഫുള്ള് ക്ലീനുമായിരുന്നു. അപ്പം കുറച്ച് നേരം അവിടെ അത്രയും സ്ഥലത്ത് സ്പെൻഡ് ചെയ്തു. അങ്ങനെ വഴക്കിട്ടുകൊണ്ടിരുന്ന കല്യാണി ഹാപ്പി, ഞാനും ഹാപ്പി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.